12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂന്നാർ ചക്രമുടിയിൽ വീണ്ടും നീലവസന്തം. കുറിഞ്ഞിപ്പൂക്കളുടെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്കായി ഇന്നു മുതൽ ചക്രമുടി മലനിരകൾ തുറന്നുകൊടുക്കും. സാഹസികമായ ബൈസൺ ട്രെയിൽ ട്രെക്കിങ്ങും ഇവിടെ ആസ്വദിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 2195 മീറ്റർ ഉയരം, കോടമഞ്ഞിന്റെ തണുപ്പ്, പച്ചവിരിച്ച മലനിരകളുടെ മനോഹരമായ കാഴ്ച. ഇപ്പോഴിതാ കുറിഞ്ഞിപ്പൂക്കളുടെ നീലവസന്തവും. കൂടുതൽ സുന്ദരിയായ മൂന്നാർ ചക്രമുടി ഇന്നു മുതൽ സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. മൂന്നാറിൽ നിന്ന് ചക്രമുടിയിലേക്ക് KSRTC ഷട്ടിൽ സർവീസും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തോളം സഞ്ചാരികളെയാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന സഞ്ചാരികളുടെ സൗകര്യാർത്ഥം നമ്മൾ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. കൂടാതെ KSRTC സ്വമേധയാ മൂന്നാറിൽ നിന്ന് ഷട്ടിൽ സർവീസ് ചക്രമുടി വരെ നടത്താമെന്ന് ഏറ്റിട്ടുണ്ട്. ഇപ്പം നമ്മൾ തുറന്നു കൊടുക്കുന്നില്ലെന്നുള്ള നിരന്തരമായ സ്കൂൾ മേഖലകളിൽ നിന്നുള്ള പരാതിയുണ്ട്. ഓണം സീസണാണ്, അതുകൊണ്ട് കുട്ടികൾക്കത് അനുഭവവേദ്യമാകും ഇപ്പം തുറന്നു കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെയുള്ള അപേക്ഷ പരിഗണിച്ച് നമ്മൾ 24-ാം തീയതി നാളെ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തിരക്ക് കാരണം അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്നറിയിച്ചു. അതുകൊണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മൂന്നാർ അദ്ദേഹം തുറന്നു കൊടുക്കുകയാണ്. ചക്രമുടിയിൽ ഡ്രോൺ പറത്തുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താം, എന്നാൽ ഡ്രോൺ പറത്താൻ അനുമതി ഉണ്ടാകില്ല. നമ്മൾ ഡ്രോൺ കർശനമായിട്ട് അവിടെ നിരോധിച്ചിരിക്കുക. കാരണം വെച്ചാൽ തൊട്ട് താഴെ ആനക്കൂട്ടം നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലൈറ്റ് കാരണം ആനക്കൂട്ടം ചേറാനും ഇങ്ങോട്ടേക്ക് കയറി വരാനും സാധ്യതയുണ്ട്. തൊട്ട് താഴെ നമ്മുടെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് പ്ലാന്റേഷൻസിലാണ് ആനക്കൂട്ടം നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഡ്രോൺ പൂർണ്ണമായിട്ടും നിരോധിച്ചു. സാഹസികമായ ബൈസൺ ട്രെയിൻ ട്രെക്കിങ്ങും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മഴ തുടരുന്നതിനാൽ സെപ്റ്റംബർ മാസത്തോടെ ചക്രമുടി മലനിരകൾ പൂർണ്ണമായും നീല നിറമണിയുമെന്നാണ് പ്രതീക്ഷ. കൈരളി ന്യൂസ്, ഇടുക്കി.